പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആരോപണങ്ങൾക്ക് അതീതനായിരിക്കണം. അൽമായ മുന്നേറ്റം സിംബോസിയം. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആരോപണങ്ങൾക്ക് അതീതനായിരിക്കണമെന്ന് അൽമായ മുന്നേറ്റം സംഘടിപ്പിച്ച സിംബോസിയം സിനോഡിനോട് ആവശ്യപ്പെട്ടു. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പ് വിശ്വാസികളുടെ ആശങ്കകളും പ്രതീക്ഷയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കല്ലൂർ റിന്യൂവൽ സെന്ററിൽ അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ സിംബോസിയം നടന്നത്. അൽമായ മുന്നേറ്റത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വന്ന ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആശങ്കകളും പ്രതീക്ഷകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി എറണാകുളം കല്ലൂർ റിന്യൂവൽ സെന്ററിൽ വെച്ച് നടത്തിയ സിംബോസിയത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. സീറോ മലബാർ സഭ ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിശ്വാസികളുടെ പ്രതീക്ഷകളും ആശങ്കകളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1. ആരോപണങ്ങൾക്ക് അതീതനായിരിക്കണം. നമ്മുടെ സഭയിൽ ഇപ്പോൾ 65 മെത്രാന്മാരാണ് ഉള്ളത്. ഇവരിൽ വോട്ടവകാശമുള്ളവർ 53 പേർ. ഇവരിൽ രൂപതാ ഭരണ ചുമതലയുള്ള മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായവർ 34 പേരും, സഹായ മെത്രാന്മാരായവർ 7 പേരും, കൂരിയ മെത്രാനായി ഒരാളും അപ്പസ്തോലിക് വിസിറ്റേറ്ററായി ഒരാളും, രൂപതാ ഭരണ ചുമതല ഒഴിഞ്ഞ മേജർ മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായവർ 22 പേരും. ഇവരിൽ വോട്ടവകാശമുള്ളവർ 10 പേർ. ഇതിൽ രൂപതാ ഭരണ ചുമതലയുള്ള ബിഷപ്പുമാരിൽ പലരും വിവിധ തലങ്ങളിൽ ആരോപണങ്ങൾ നേരിടുന്നവരും വിവാദങ്ങളിൽ പെട്ടവരുമാണ്. സഹായ മെത്രാന്മാരിൽ ചിലർ പോലും അതിതീവ്രത മൂലം സമൂഹത്തിൽ സഭയെ വികൃതമാക്കുന്നതിൽ മുൻപന്തിയിലാണ്. ഈ സാഹചര്യത്തിൽ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖന ഭാഗത്തിലെ പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. മെത്രാൻ ആരോപണങ്ങൾക്കതീതനും സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം. സിംബോസിയത്തിലുടനീളം വിശ്വാസികൾ ഉയർത്തിയ പ്രതീക്ഷ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ഈ സൽഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ്. അതിനാൽ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരും വിവിധ വിവാദങ്ങളിൽ പെട്ടവരുമായ ബിഷപ്പുമാർ ആരെങ്കിലും സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആകുന്നത് സഭയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന പൊതു അഭിപ്രായത്തിൽ സിംബോസിയം എത്തിച്ചേരുകയായിരുന്നു. 2. വിവേകിയായിരിക്കണം. കഴിഞ്ഞ കുറച്ചു നാളുകളായി സാമൂഹിക കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിലും സാമൂഹിക വിഷയങ്ങളിലെ ഇടപെടലുകളിലും സഭയ്ക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് സിംബോസിയം വിലയിരുത്തി. സാമൂഹിക വിഷയങ്ങൾ സംബന്ധിച്ച ആധികാരിക പഠനരേഖകളൊന്നും പുറത്തിറക്കാൻ സഭയ്ക്ക് സാധിച്ചിട്ടില്ല. ദീർഘവീക്ഷണമുള്ള നിലപാടുകളോ സാമൂഹിക ഐക്യം നിലനിർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളോ സഭയിൽ നിന്നുണ്ടായിട്ടില്ല. വാട്സാപ്പ് സന്ദേശങ്ങളെ മുൻനിർത്തി ചില സുപ്രധാന വിഷയങ്ങളിൽ ചില ബിഷപ്പുമാരുയർത്തിയ പരസ്യ പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ സഭയുടെ പ്രതിച്ഛായ തകർത്തു. കേരളം വലിയ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആത്മീയ ഗുരുക്കളായ ബിഷപ്പുമാർ വെറും തരം താണ സമുദായ നേതാക്കളായി അധപ്പതിക്കുന്നതായി പൊതുസമൂഹം വിലയിരുത്തി. ഇത്തരം സാഹചര്യത്തിൽ നിന്നും സീറോ മലബാർ സഭയെ മോചിപ്പിക്കാനുതകുന്ന വിവേകിയും സംയമിയുമായ ഒരാളാകണം മേജർ ആർച്ച് ബിഷപ്പ്. 3. എറണാകുളത്തിന് പരിഹാരം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുതകുന്ന നിലപാടുകളുള്ള ആളായിരിക്കണം മേജർ ആർച്ച് ബിഷപ്പ്. ഭൂമി കുംഭകോണത്തിൽ വത്തിക്കാൻ നിർദ്ദേശിച്ച റെസ്റ്റിറ്റ്യൂഷനും കുർബാന ഏകീകരണ വിഷയത്തിലെ ശാശ്വത പരിഹാരവും ഇന്നും പരിഹരിക്കപ്പെടാതെ സഭയെ അലട്ടുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ സംഭാഷണങ്ങളിലൂടെ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കാനാവുന്നയാളാവണം മേജർ ആർച്ച് ബിഷപ്പ്. 4. വോക്കിംഗ് ടുഗെദർ വിത്ത് ഗോഡ്സ് പീപ്പിൾ. 2021 ജൂലൈ 3 ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ കത്തിലെ വാചകമാണിത്. ദൈവജനത്തോടൊപ്പം നടക്കുക, അതായിരിക്കണം പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ ലക്ഷ്യം. ആധുനിക കാലത്ത് വിശ്വാസികളെ പ്രചോദിപ്പിക്കാനും പുതിയ തലമുറയെ സഭയോട് ചേർത്ത് നിർത്തി ആത്മീയമായി ഉണർത്താനും കഴിയുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ ഞങ്ങൾ സ്വപ്നം കാണുന്നു. എപ്പിസ്കോപ്പൽ സുപ്രീമിസ്റ്റിയിൽ നിന്ന് വിഭിന്നമായി വിശ്വാസികളും വൈദികരും ബിഷപ്പുമാരും ഒരുമിച്ച് ഒരേ മനസ്സോടെ സഭയെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംവിധാനം സഭയിൽ രൂപപ്പെട്ടു വരുന്നതിനായി പുതിയ മേജർ ആർച്ച് ബിഷപ്പ് യത്നിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. പങ്കാളിത്ത സഭാ സംവിധാനത്തിന് മാത്രമേ ഇനി മുന്നോട്ടുള്ള കാലത്തിൽ സഭയെ ശരിയായ ദിശാബോധത്തിൽ നയിക്കാനാവൂ. 5. യൂണിറ്റി പ്രിവെയിൽസ് ഓവർ കോൺഫ്ലിക്റ്റ്. സുവിശേഷത്തിന്റെ സന്തോഷം എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വചനങ്ങൾ നമ്മുടെ സഭയിൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ പ്രതിഫലിക്കേണ്ടത് ആവശ്യമാണ്.
കോൺഫ്ലിക്റ്റുകൾ ഇരട്ടിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഉരുക്കുമെത്രാന്മാരെ പൊതുസമൂഹം അവജ്ഞയോടെ തള്ളിക്കളയും. ഐക്യം നിലനിർത്താൻ ആവശ്യമായ വിട്ടുവീഴ്ചകൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന തുറവി ആവശ്യമാണ്. അത്തരം തുറവിയില്ലായ്മ ഈ സഭയെ കഴിഞ്ഞ കാലങ്ങളിൽ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. കടുംപിടുത്തങ്ങളും പിടിവാശികളും അതിതീവ്ര നിലപാടുകളും സഭയ്ക്ക് നന്മയുണ്ടാക്കുന്നതിൽ സഹായിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഭയിലും സമൂഹത്തിലും ഐക്യമുണ്ടാക്കാൻ സന്നദ്ധതയുള്ള ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ വേണം ഇനി തിരഞ്ഞെടുക്കാൻ. 6. ധാർമ്മിക ബലം. സീറോ മലബാർ സഭയുടെ യഥാർത്ഥ കരുത്ത് അതിന്റെ ധാർമ്മിക അടിത്തറയായിരുന്നു. എന്നാൽ ധാർമ്മികത എന്ന മൂലക്കല്ല് തിരസ്കരിക്കപ്പെട്ടതിനാലാണ് സഭയുടെ ബലം നഷ്ടപ്പെട്ടത്. സ്ഥാപനവൽക്കരണവും ആസ്തി വികസനവുമാണ് സഭയുടെ ലക്ഷ്യമെന്ന മട്ടിൽ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞു. പ്രവാസി രൂപതകളിൽ വരെ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു. കൃത്യമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിൽ താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ പരാജയപ്പെട്ടിരിക്കുന്നു. സമ്പന്ന വിഭാഗങ്ങൾക്ക് മാത്രം സഭയിൽ മേൽക്കൈ ലഭിക്കുന്നു. രാഷ്ട്രീയ അധികാരികൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത സഭ പൊതുസമൂഹത്തിന് മുന്നിൽ തലകുനിക്കുന്നു. കരിങ്കൽ ക്വാറികൾ നടത്തുന്ന ബിഷപ്പുമാർ സഭയ്ക്ക് അപമാനമാണ്. ലൈംഗിക അരാജകത്വം പെരുകുന്നത് സഭയ്ക്ക് ദുഷ്പേരുണ്ടാക്കുന്നുണ്ട്. ചലനാത്മകമായ ഒരു ദാർശനിക നേതൃത്വത്തിന് മാത്രമേ പുതിയ കാലഘട്ടത്തിലേക്ക് സഭയെ നയിക്കാനാകൂ. 7. നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്. ഞങ്ങൾക്കുറപ്പാണ് നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കണ്ടെത്തലാകണം പുതിയ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം. കേവലം രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയായി അത് അവസാനിക്കരുത്. തികച്ചും ആത്മീയമായ ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരാൾ, പേര് കേട്ടിട്ടില്ലാത്ത ഒരാൾ, വലിയ കഴിവുകളുണ്ടെന്ന് കരുതപ്പെടാത്ത ഒരാൾ, ആരുമാകട്ടെ അയാൾ ക്രിസ്തുവാകണം എന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾ ബിഷപ്പുമാർക്കുണ്ടാവട്ടെ. പുതിയ ലോകം, പുതിയ കാഴ്ചപ്പാട്, ഉണർവുള്ള സഭ, അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓർക്കുക, നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്. സിംബോസിയത്തിൽ ക്രിസ്തു സാക്ഷ്യത്തിന്റെ നവനേതൃത്വം, സ്വയംഭരണ ചിന്തകളും അധികാര കേന്ദ്രങ്ങളും എന്ന വിഷയം ഫാദർ സേവി പടിക്കപ്പറമ്പിലും, സാമൂഹിക നവോത്ഥാനം സഭയിലൂടെ, സത്യത്തിന് സാക്ഷികളും ധാർമ്മികതയുടെ സംരക്ഷകരും എന്ന വിഷയത്തിൽ ഫാദർ പോൾ തേലേക്കാട്ടും, പുതിയ മേജർ ആർച്ച് ബിഷപ്പ്, വൈദികരുടെ ആശങ്കകളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ ഫാദർ രാജൻ പുന്നക്കലും ഷൈജു ആന്റണിയും വിഷയം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് ബിനു മൂലൻ പൊതുചർച്ചയിൽ മോഡറേറ്റർ ആയിരുന്നു. അൽമായ മുന്നേറ്റം കൺവീനർ ജെമി അഗസ്റ്റിൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ തങ്കച്ചൻ പേരയിൽ നന്ദിയും പറഞ്ഞു. ബോബി ജോൺ, ജൈമോൻ ദേവസ്യ, സൂരജ് പൗലോസ്, ജോസഫ് ആന്റണി, ഷിജോ മാത്യു, ഡെമീസ് എന്നിവർ പ്രസംഗിച്ചു. നന്ദി.